ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനേക വീഡിയോകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പം വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പല വീഡിയോയിലും കണ്ടുവരുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കത്തോലിക്ക സഭയിലെ ചില പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ചില പ്രവർത്തികൾ പലപ്പോഴും ഒന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ. ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയും ആ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ഒരു കോൺട്രഡിക്ഷൻ രീതി നമ്മൾ ഇതിനകത്ത് കാണുകയാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ജപമാലയെ തള്ളിപ്പറയുന്ന ശുദ്ധീകരണ സ്ഥലത്തേക്കുള്ള പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്? ജപമാലയെ തള്ളിക്കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. നമുക്കറിയാം, സാധാരണ കത്തോലിക്കരായിട്ടുള്ള നമ്മുടെ വിശ്വാസികളിൽ പലരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രീതി ജപമാലയാണ്. സാധാരണ ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായി കണ്ടിന്യൂസായി നമ്മൾ കേൾക്കുന്നത് മരിച്ച ആത്മാവിന് വേണ്ടി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. രാത്രി മുഴുവൻ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസായി ജപമാല ചൊല്ലുന്നതാണ് സ്ഥിരമായി കണ്ടുവരുന്നൊരു രീതി. പകരം മാത്രമല്ല, ആ ഒരു ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് കുറച്ച് ഒപ്പീസുകളും അതല്ലെങ്കിൽ അവസാന ശുശ്രൂഷകളും അതിന് ഇടയിലുള്ള എല്ലാ സമയവും മിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നത് ഈ ജപമാല പ്രാർത്ഥനയായിരിക്കും. ഇനി മരിച്ച ദിവസം അന്ന് അടക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വൈകിട്ട് വന്നാലും ഈ മരിച്ച വിശ്വാസിക്ക് വേണ്ടിയിട്ടുള്ള ജപമാല പ്രാർത്ഥന ചൊല്ലും. പിന്നെയും കണ്ടിന്യൂസായി നമ്മൾ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. സാധാരണ ക്രിസ്ത്യാനി അഖണ്ഡ ജപമാല ചെല്ലുന്നവരുണ്ട്. ഒരു ദിവസം 5ഉം 6ഉം ജപമാല ചെല്ലുന്ന കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. ജപമാല ഏത് കാലഘട്ടത്തിൽ വന്നു? അത് 12ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കിന് കിട്ടിയ ഒരു പ്രബോധനമാണെന്നും അതിനു മുമ്പുണ്ടായിരുന്ന 12 നൂറ്റാണ്ടുകളുണ്ടായിരുന്ന സഭാപിതാക്കന്മാർക്കോ വിശുദ്ധർക്കോ ഈ ഒരു പ്രാർത്ഥന ആവശ്യമില്ലായിരുന്നു എന്ന തിരിച്ചറിവ് എന്നിലേക്ക് വന്ന അന്ന് മുതൽ ഞാൻ ഈ ഒരു പ്രാർത്ഥന അതിനെ ഗൗനിക്കാറില്ല, അത് പ്രാർത്ഥിക്കാറില്ല, അതിനെ എതിർക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും അതിനോട് യാതൊരുവിധ താല്പര്യവും ഞാൻ കാണിക്കാറില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പല സമയത്ത് പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും ഒന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പ്രധാനമായും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചൊല്ലി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പം, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ഈ ജപമാലയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചത്? നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട്, നിത്യ സഹായ മാതാവ്, അതല്ലെങ്കിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവ്. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ മാതാവിനെ ബഹുമാനത്തോടുകൂടി പറയാറുണ്ട്. കാരണം ഞാൻ അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് എൻ്റെ അമ്മ എന്നൊക്കെ വളരെ അഭിമാനത്തോടുകൂടി നമ്മളെല്ലാവരും പറയാറുണ്ട്. എന്തായാലും സ്വർഗത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മ മാതാവിനെ ഞാൻ ഒരു വിധത്തിലും അവഹേളിക്കാറില്ല. എനിക്ക് അമ്മയോട് സ്നേഹമാണ്, യാതൊരു വിധത്തിലും എനിക്ക് ബഹുമാനത്തിന് ഒരു കുറവുമില്ല. എന്നാൽ കച്ചവടക്കാരുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായി നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പല പ്രാർത്ഥനകളും പല ചിന്തകളും കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് തുടങ്ങി ഇങ്ങനെ വേണ്ട അനേക കച്ചവടത്തിൻ്റെ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാതാവിനോടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന അവരുടെ സ്വർഗത്തിലെ യേശുവിൻ്റെ അമ്മ മാതാവിനോടല്ല എനിക്ക് എതിർപ്പ്, കച്ചവടക്കാരുടെ ഇത്തരം കബളിപ്പിക്കുന്ന കാപട്യത്തോടാണ് ഞാൻ എതിർക്കുകയും ഞാൻ പ്രതികരിക്കുകയും ചെയ്യാറുള്ളൂ എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വീണ്ടും പറയുക. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യത്തിൽ നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, അപ്പോൾ നമ്മളെല്ലാം പാപികളാണെന്ന് നമ്മൾ ഏറ്റുപറയുന്നു. എന്നിട്ട് പറയാണ്, ഇപ്പോഴും എൻ്റെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അപ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ് എങ്കിൽ എൻ്റെ മരണസമയത്ത് എനിക്ക് വേണ്ടി ആര് അപേക്ഷിച്ചിട്ടുണ്ടാകും? മാതാവ് തീർച്ചയായും അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പം എൻ്റെ മരണസമയത്ത് മാതാവ് ദൈവത്തിൻ്റെ മുൻപിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ തൊട്ടു മുൻപ് എൻ്റെ സകല പാപങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ടാകും. എല്ലായ്പ്പോഴും ദൈവം അത് പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ മാതാവ് പ്രാർത്ഥിക്കുകയും മാതാവ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം എൻ്റെ മരണത്തിന് മുൻപ് എനിക്കൊരു ബോധ്യം തന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ നല്ല കള്ളനോട് യേശു പറഞ്ഞത് എന്താ? ആ നല്ല കള്ളൻ അതുവരെ അവൻ ചെയ്തത് തെറ്റായിരുന്നു, അവൻ പാപമായിരുന്നു, അത് അവൻ തന്നെ അംഗീകരിക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന കള്ളൻ യേശുവിനെ എതിർക്കുമ്പോൾ ഈ നല്ല കള്ളൻ അവിടെ ചെയ്യുന്ന, ക്രൂശിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, അവൻ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല, അവൻ സ്ഥൈര്യലേപനം നടത്തിയിട്ടില്ല,
അവൻ ഈ പറയുന്ന 7 കൂദാശകളിൽ 6-ൽ 1 പോലും അവൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, അവൻ യേശുവിനെ മറ്റു കാര്യത്തിലൊന്നും വിശ്വസിക്കുകയോ യേശുവിൻ്റെ അനുയായിയോ പ്രബോധനത്തിലോ ഒന്നും ആയിരുന്നില്ല. എങ്കിലും ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യം വളരെ വ്യക്തതയോടെ അവൻ പറയുകയാണ്, നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷ അത് നമ്മളുടെ തെറ്റിൻ്റെ ഫലമാണ്, എന്നാൽ അവൻ അങ്ങനെയല്ല എന്ന് യേശുവിനെ ഏറ്റുപറയുകയും യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താഴെ കുരിശിൻ്റെ താഴെ മാതാവ് നിൽക്കുന്നുണ്ട്. മാതാവിനോടല്ല ആ നല്ല കള്ളൻ പ്രാർത്ഥിക്കുന്നത്, പകരം യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റേ കള്ളനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവൻ യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം യേശു അപ്പോൾ തന്നെ നൽകുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. അതായത് മരണത്തിന് തൊട്ട് മുൻപ് ക്രൂശിൽ കിടന്നുകൊണ്ട്, ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ച പാപിയായ ആ മനുഷ്യനെ പോലും ദൈവരാജ്യത്തിലേക്ക്, പർദീസയിലേക്ക് എടുത്തു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, മരണസമയത്ത് നമുക്ക് വേണ്ടി മാതാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം, അല്ലെങ്കിൽ മാതാവ് അത് കേട്ട് പ്രാർത്ഥിക്കുകയും ദൈവം അതിനുവേണ്ടി പ്രതിഫലം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് കത്തോലിക്കരാരും ശുദ്ധീകരണ സ്ഥലത്തെത്തത്തില്ല. കാരണം ജപമാല പ്രാർത്ഥിക്കാത്ത കത്തോലിക്കരില്ല എന്നുള്ളതാണല്ലോ പൊതുവായി പറയുന്നത്. അതിനൊരു എതിർവാദം ഞാൻ മാത്രമേ ഉള്ളൂ. കത്തോലിക്കനായി നിൽക്കുകയും ജപമാല പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി ചിലപ്പോൾ അനേകരുണ്ടാകാം. ഞാൻ എന്തായാലും എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ഈ പ്രാർത്ഥന അനുദിനം ചെല്ലുകയും അല്ലെങ്കിൽ അഖണ്ഡ ജപമാല ചെല്ലുകയും ചെയ്തുകൊണ്ട് അവൻ്റെ വിശ്വാസം അവൻ പറയുകയാണ്, മാതാവ് ഞാൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ മരണസമയത്ത് എനിക്ക് വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കും, ആ മരണസമയത്ത് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു നിമിഷമെങ്കിലും എനിക്ക് കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വ്യക്തി എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലും? എൻ്റെ സംശയമാണത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ വ്യക്തി എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലും? കാരണം യേശുവിന് മുമ്പിൽ അവൻ എല്ലാ രീതിയിലും ഏറ്റുപറഞ്ഞു. യേശു തന്നെ ലൂക്കാ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരു ധനികൻ അവൻ്റെ ധനം ആ കുന്നുകൂടിക്കഴിഞ്ഞപ്പോൾ അവൻ വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു കൂട്ടുകയും അവൻ അതെല്ലാം ഒരുക്കുകയും ഇനി തിന്നുകുടിച്ച് മതിക്കുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവനോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരസ്യകാലത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ച് വയ്ക്കാത്തവൻ ഒരിക്കലും രക്ഷ പ്രാപിക്കത്തില്ല എന്ന് ദൈവവചനോട് പറയുക. മാത്രമല്ല, അങ്ങനെ സമ്പത്ത് ശേഖരിക്കാത്തവൻ ഭോഷനായ മനുഷ്യന് തുല്യമാണെന്ന് യേശുവാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭോഷനായ മനുഷ്യന് തുല്യമായവനാണ് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അപ്പോൾ ഈ ജപമാല പ്രാർത്ഥന അവൻ്റെ മരണസമയത്ത് പോലും അവന് ഉപകാരപ്പെട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒന്നുകിൽ നമ്മൾ പറയണം, മാതാവ് എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കത്തില്ല, മാതാവ് യേശുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ യേശു അത് ഉപേക്ഷിക്കത്തില്ല, അപ്പോൾ മാതാവിനോട് ഞാൻ സ്ഥിരമായി എൻ്റെ മരണസമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് മാതാവ് കേൾക്കുകയും മാതാവ് അത് യേശുവിനോട് പറയുകയും യേശു അത് നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണത്തിൻ്റെ മുൻപ് എൻ്റെ മരണത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നിട്ട് പെട്ടെന്നുള്ളൊരു മരണം എനിക്ക് സംഭവിക്കത്തില്ല. അങ്ങനെ മരണത്തെക്കുറിച്ചൊരു ബോധ്യം എനിക്ക് വരുമ്പോൾ തന്നെ നല്ല കള്ളം ചെയ്തതുപോലെ ഞാൻ യേശുവിനെ ഏറ്റുപറയുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവനൊരിക്കലും ശുദ്ധീകരണ സ്ഥലത്ത് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പറയണം, മാതാവ് ചതിച്ചിട്ടോ, നമ്മൾ തൃശ്ശൂർക്കാർ പറയുന്ന പോലെ മാതാവ് ചതിച്ചു. എങ്ങനെ? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് എന്ന് നമ്മൾ പറയുന്ന മാതാവ് എൻ്റെ മരണസമയത്ത് പ്രാർത്ഥിച്ചൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ മരണസമയത്ത് എനിക്കൊരു ബോധ്യം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പോയി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്ന് പറയണം. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ, ഒന്നുകിൽ ജപമാല ചൊല്ലുന്നവർ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലത്തില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടി വരും, അല്ലെങ്കിൽ ജപമാല പ്രാർത്ഥന കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല എന്ന് ഒരു കത്തോലിക്കൻ, ഒരു ക്രിസ്ത്യാനി പറയേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെയുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊട്ട് ബൈബിൾ അനുവദിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മളോട് തിരിച്ചറിയുക, പല പ്രാർത്ഥനകളും പല പ്രബോധനങ്ങളും ഒന്നിനോട് കോൺട്രഡിക്റ്റ് ആണ്, ഒന്നിനെ എതിർക്കുന്ന തരത്തിലാണ് പല പ്രബോധനങ്ങളും. കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ഒപ്പീസുകളും ശവസംസ്കാര ശുശ്രൂഷകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു മനസ്സിലാക്കാം. ആ ശുശ്രൂഷയിൽ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്.
മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യ നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും. മരിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ വിശുദ്ധ കുർബാന കൊണ്ടോ ജപമാല കൊണ്ടോ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. അല്ലയോ ജീവിച്ചിരിക്കുന്ന വിശ്വാസി, നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, മരിച്ചു കിടക്കുന്ന ഒരാത്മാവും വന്ന് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു ശരീരവും അയ്യോ ഈ പാട്ട് പാടിയത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് മരണത്തിൻ്റെ ശുശ്രൂഷകൾ നടത്തുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, മരിച്ച വ്യക്തിയോടുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കുള്ള ബഹുമാനം, ആ റെസ്പെക്റ്റ്, അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റിന് ആ ഒരു ബഹുമതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രബോധനമാണ് മരണം വരും ഒരു ദിവസം, ഓർക്കുക മർത്യ നീ കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇതാണ് ആ ഒരു പ്രാർത്ഥനയിൽ പോലും അല്ലെങ്കിൽ ആ പാട്ടിൽ പോലും ആ കൂടി വന്നിരിക്കുന്ന ഈ വ്യക്തിയെ ബഹുമാനിക്കാൻ, ജീവിച്ചിരുന്നപ്പോൾ ഇദ്ദേഹത്തോട് സ്നേഹം കാണിച്ച് ഇന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളുമായ സകലരോടും സഭയുടെ പ്രഖ്യാപനമാണ് മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യ നീ എന്നുള്ളത്. കത്തോലിക്ക സഭയിലെ ശവസംസ്കാര ശുശ്രൂഷയിലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു സോങ്, നമ്മളൊക്കെ പാടി പരിചയമുള്ളൊരു സോങ്ങാണ് ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല. എൻ്റെ മരണത്തിൻ്റെ ദൂതുമായി ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ വന്നു. ആ ദൂതനോട് ഞാൻ കുറച്ച് സമയം ചോദിച്ചു, സമയം തന്നില്ല, എനിക്ക് പോകേണ്ടി വന്നു. എൻ്റെ ജീവിത ചെയ്തികൾ മാത്രമേ ഇനി എൻ്റെ മുമ്പിലുള്ളൂ, ദൈവം അതിന് ശിക്ഷ വിധിക്കും. ഇതെല്ലാം നമുക്കറിയാം. ആബേലച്ചൻ്റെ ആ പാട്ടുകളിലൂടെ ഈ വരികളെല്ലാം കൃത്യമായി നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതൊക്കെ പാടി ആ വ്യക്തിയെ കൊണ്ടുവന്ന് സംസ്കരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത പരിപാടി തുടങ്ങും. ഒപ്പീസുകളായി, ഗ്രിഗോറിയൻ കുർബാനകളായി, പാട്ടുകളായി, ജപമാലകളായി, പ്രാർത്ഥനകളായി. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല യേശുവിൻ്റെ അമ്മ മാതാവ് 10 മാസം ചുമന്ന് വളർത്തി വലുതാക്കി സ്നേഹത്തോടെ ആ ജീവനറ്റ ശരീരം തൻ്റെ കരങ്ങളിൽ ഏറ്റുവാങ്ങിയ, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹമുള്ള ആ യേശുവിൻ്റെ അമ്മ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയും ചതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യേശുവിൻ്റെ അമ്മ മാതാവ് നമ്മളോട് പറഞ്ഞിട്ടില്ല, മക്കളെ ഞാൻ നിങ്ങളുടെ മരണസമയത്ത് പ്രാർത്ഥിക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിനെന്ന് മാതാവ് ഒരിക്കലും ഒരു വാഗ്ദാനവും നമുക്ക് നൽകിയിട്ടില്ല. നമ്മളാണ് മാതാവ് അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തെന്നാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പഠനങ്ങളുടെ കോൺട്രഡിക്ഷൻ നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ കുർബാന അത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവസന്നിധിയിൽ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ്, ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയത്തിൽ വിശ്വസിച്ച് നീ രക്ഷ പ്രാപിക്കണം. രക്ഷയ്ക്ക് വേണ്ടി നിനക്ക് നൽകിയിരിക്കുന്നത് വിശ്വാസമാണ്, കർമ്മമല്ല, മറ്റു പ്രവർത്തികളല്ല. നിൻ്റെ പ്രവൃത്തിയോ നിൻ്റെ നന്മയോ നിൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല നീ രക്ഷപ്പെടുന്നത്. വിശ്വാസത്താൽ കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ആ വിശ്വാസത്തിൻ്റെ ചില പ്രവർത്തികൾ, ചില അനുസരണങ്ങൾ മാത്രമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ പുതിയ നിയമസഭയിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. വിശ്വസിക്കുന്നവൻ അവൻ സ്നാനം സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നവൻ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന കുർബാന സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നവൻ അവൻ പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു, വേർപാടെടുക്കുന്നു, വിശുദ്ധിയിലായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളോട് പ്രബോധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒന്നും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് പോലും നമ്മൾ കാണത്തില്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മൾ പറയണം കത്തോലിക്കരെല്ലാവരെയും പറ്റിക്കുന്ന ഒരു മാതാവാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. മാതാവ് ഒരിക്കലും പറ്റിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒപ്പീസ് ചൊല്ലിയതുകൊണ്ടോ ഒരു വിശ്വാസിയും ഈ പറയുന്ന ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഒരുവനും രക്ഷ പ്രാപിക്കത്തില്ല. ശുദ്ധീകരണ സ്ഥലമുണ്ടെങ്കിൽ ദൈവത്തിന് വിശുദ്ധീകരിക്കാൻ സാധിക്കും. ദൈവം സർവശക്തനും സർവാധിപനും. ദൈവം വിശുദ്ധീകരിക്കട്ടെ, മനുഷ്യനത് യാതൊരുവിധ റോളുമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു ആത്മാവിന് വരികയോ അങ്ങനെ വന്നിരിക്കുന്ന ഒരു ആത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കുകയോ കുർബാന ചൊല്ലുകയോ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഒരുവനെയും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ലെന്ന് നമുക്കിതിനാൽ വ്യക്തമാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവം ഒരുക്കട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.